ഏത് കാലഘട്ടത്തിലാണ് ഈ ഗെയിമിംഗ് പരിപാടിയിലേക്ക് വന്നത്? ഞാനിപ്പം ഗെയിമിങ്ങിലേക്ക് കറക്റ്റ്, അതായത് ഞാനൊരു സ്ട്രീമർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടിപ്പോൾ ഒരു 5 വർഷം 6 വർഷം. പക്ഷെ ഒരു 8 വർഷമായിട്ട് ഞാൻ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. അതിന് മുമ്പ് അങ്ങനെ ഗെയിംസ് കളിക്കുന്നില്ലായിരുന്നു. ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആണ് എനിക്ക് ആദ്യമായിട്ട് ലാപ്ടോപ്പ് പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു. ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് വേണമായിരുന്നു, റാമും ഗ്രാഫിക്സ് കാർഡൊക്കെ സിസ്റ്റം വേണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് 1 ലക്ഷം രൂപയുടെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലാപ്ടോപ്പ് മേടിച്ച് തന്നപ്പോഴത്തേക്കിന് എനിക്ക് അങ്ങനെ ഗെയിമിങ്ങിലേക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം ബാംഗ്ലൂർ പോലെ ഒരു സ്ഥലത്ത് പോയി ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ക്ലാസ് രാവിലെ തൊട്ട് ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ് എല്ലാവരും റൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സോൺ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിക്കുന്നതാണ്. അപ്പം ഞാനും പയ്യെ അതിലോട്ട് അഡാപ്റ്റീവായി. പബ്ജി ആണോ ആ സമയത്ത് ഉണ്ടായിരുന്നത്? അല്ല, ആ സമയത്ത് ഞാനൊരു PC ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്, റെയിൻബോ 6 Siege. പബ്ജി ആണെന്ന് എൻ്റെ ബേസ്. ഞാൻ അവിടെ നിന്നാണ് ഇന്ന് ഈഗിൾ ഗെയിമിംഗ് എന്നുള്ളൊരു പേര് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ആ പബ്ജിയിൽ കൂടെയാണ്.